എന്റെ പേര് ഹരി. ഞാൻ കോട്ടയം ജില്ലയില്, കേരളത്തിൽ കോട്ടയം ജില്ലയില് ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാലക്ഷ്മി ഗോശാല ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനം നടത്തി വരികയാണ്. ഇപ്പൊ പേരിൽ തന്നെ ഉള്ളതുപോലെ മഹാലക്ഷ്മി ഗോശാല ആയിട്ടാണ് ആദ്യം നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. കോവിഡ് ലോക്ഡൌൺ സമയത്ത് ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് കൃഷിയുടെ ആവശ്യത്തിനായിട്ട് ചാണകവും ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ട് നമ്മൾ ഒരു പശുക്കിടാവിനെ, നാടൻ ഇനം ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് ഏകദേശം 70ഓളം പശുക്കളും കാളുകളും കിടാങ്ങളും അതുപോലെ മറ്റു നാടൻ ജീവജാലങ്ങളും നാടൻ വിത്തിനങ്ങളും പ്രകൃതി കൃഷിയും അതുപോലെ പഞ്ചഗവ്യ ഉൽപ്പന്നങ്ങളും ജൈവ വളങ്ങളും അങ്ങനെ ധാരാളം പ്രോഡക്ട്സുമായിട്ട് ഒരു സുസ്ഥിരത, സസ്റ്റൈനബിൾ ഫാമിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പശുക്കളെയും കാളകളെയും കിടാങ്ങളെയും ഒന്നും നമ്മൾ വിൽക്കാറില്ല. അവരുടെ ജീവിതാവസാനം വരെ നമ്മൾ അവരെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കൂടുതലും അംഗങ്ങൾ എന്ന് പറയുന്നത് അറവുശാലകളിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നവരും അതുപോലെ വളർത്താൻ സാധിക്കാത്തവരുടെ അടുത്ത് നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തതും ആളുകൾ ഉപേക്ഷിച്ചതും ഒക്കെ ആയിട്ടുള്ള പ്രജനനശേഷി ഇല്ലാത്തവരും പാലുൽപാദനം ഇല്ലാത്തവരും ഒരു 40ഓളം നന്ദികളുണ്ട്. അപ്പോ അങ്ങനെ പാലുൽപാദനം എന്നുള്ളതല്ലാതെ ഒരു എത്തിക്കൽ ഫാമിംഗ് എങ്ങനെ നടത്താം, അതിൽ കൂടെ നമുക്ക് എങ്ങനെ ഒരു വരുമാന മാർഗം, നമുക്കൊരു ഉപജീവനം സാധ്യമാക്കാം എന്നുള്ളതായിരുന്നു എന്റെ പിന്നീടുള്ള ഒരു പഠനം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പാലുൽപാദനം നോക്കാതെ തന്നെ കുഞ്ഞുങ്ങളെ ആവശ്യത്തിന് പാല് കുടിക്കാൻ അനുവദിക്കുക, അവരെ അമ്മമാരുടെയും അച്ഛന്റെ കൂടെയൊക്കെ ജീവിക്കാൻ അനുവദിക്കുക. അങ്ങനെ ഒരു വസുദൈവ കുടുംബകമായിട്ട് നമ്മളിവിടെ കഴിഞ്ഞു വരികയാണ്. നമ്മളും ഈ ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധവും നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത സൂക്ഷ്മാണുക്കൾ മുതൽ ഭാരതത്തിലെ ഏറ്റവും വലിയ പശു ഇനം എന്ന് പറയുന്ന കാങ്കരജി വരെ ഇവിടെ ഒരു വസുദൈവ കുടുംബമായിട്ട് കഴിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അങ്ങനെ ഒരു ചുറ്റുപാടിൽ നിന്നും നമുക്കിവരെ വിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവരെ എല്ലാവരെയും സംരക്ഷിക്കാം എന്നൊരു തീരുമാനം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പാലുൽപാദനം ഇല്ലാത്തവരെയും ഈ പ്രായമായവരെയും ഒക്കെ സംരക്ഷിക്കുക, എന്തെങ്കിലും അസുഖമുള്ളവരെ ഒക്കെ സംരക്ഷിക്കുക. അപ്പൊ അത് എങ്ങനെ നമുക്കൊരു വരുമാനം ആക്കാം എന്നുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പഠനങ്ങൾ നടത്തി വന്നപ്പോൾ പഞ്ചഗവ്യ തെറാപ്പി എന്നൊരു കോഴ്സ് ഉണ്ടെന്നും ഈ നമ്മുടെ ഗോക്കളുടെ ഗവ്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്നും അതുപോലെ ചികിത്സ ചെയ്യാമെന്നും വിവിധ രോഗങ്ങൾക്കുള്ള സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യാമെന്നും ഒക്കെ അറിഞ്ഞതിന് ശേഷമാണ് കാഞ്ചീപുരത്ത് ഈ പഞ്ചഗവ്യ വിദ്യാപീഠം ഉണ്ടെന്നറിയുകയും അതിന്റെ എക്സ്റ്റൻഷൻ സെന്ററുകൾ കേരളത്തിലുണ്ടെന്നും അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ നോർത്ത് പറവൂര്
എന്റെ ഗുരുനാഥയായ ഷീജ ടീച്ചറിന്റെ അതുപോലെ രതീഷ് ജിയുടെയും ഗുരുകുലത്തില് ഞാൻ പഞ്ചഗവ്യ തെറാപ്പി അഭ്യസിക്കാൻ ജോയിൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതൊരു വലിയ മാറ്റമായിരുന്നു. ശരിക്കും നമ്മൾ എന്താണോ സ്വപ്നം കണ്ടിരുന്നത് അതുപോലെ നമ്മളുടെ ഈ ഒരു ഗോശാല നമുക്ക് ഒരു സസ്റ്റൈനബിൾ മോഡലാക്കി എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളത് ഒരു വഴിത്തിരിവായിട്ട് തന്നെ എനിക്ക് അവിടുന്ന് കാണാൻ സാധിക്കുകയുണ്ടായി, പഠിക്കാൻ സാധിക്കുകയുണ്ടായി. അപ്പോ വിവിധ ഉൽപ്പന്നങ്ങൾ പഞ്ചഗവ്യത്തിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പൽപ്പൊടി, ടൂത്ത് പൗഡർ മുതൽ സ്നാനചൂർണം, ഫേസ് പാക്ക്, അതുപോലെ നമ്മളുടെ ആരോഗ്യത്തിനും നമ്മളുടെ സൗന്ദര്യത്തിനും നമ്മുടെ സമ്പത്തിനും വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഗോക്കളിലൂടെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ, പ്രത്യേകിച്ചും ഷീജ ടീച്ചറിന്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഷീജ ടീച്ചർ നമ്മൾ അത്രയും വാത്സല്യത്തോടുകൂടി നമുക്ക് അറിവുകൾ പകർന്നു നൽകുകയും അതുപോലെ മാഷാണെങ്കിലും ഏതൊരു ആവശ്യത്തിനും നമ്മളൊരു ഫോൺ കോൾ ചെയ്താൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടാതുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നത് തന്നെ നമുക്ക് എടുത്തു തന്ന് അങ്ങനെ ഒരു ലാഭേച്ഛ ഇല്ലാതെയുള്ള പ്രവർത്തനവും അതുപോലെ ഈ ഒരു അറിവ് പകർന്നു കൊടുക്കാനുള്ള ഒരു അങ്ങേയറ്റത്തെ ഒരു ത്വര അവരിൽ കാണുകയും ചെയ്തു. നമ്മൾ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും നമുക്ക് ഓരോ നിമിഷവും പുതിയ പുതിയ അറിവുകൾ പകർന്നു നൽകുക. അതുപോലെ ഏറ്റവും സന്തോഷമായിട്ട് നമ്മളെ അവിടെ ചെന്ന് താമസിക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ കുടുംബം പോലെ നമുക്കവിടെ കഴിയാനുള്ള ഒരു, നമുക്ക് കോഴ്സ് തീർന്നതിന് ശേഷവും നമ്മൾ ആ ബന്ധം നിലനിർത്തുന്നുണ്ട്. ആ മാസത്തിൽ 3-4 ദിവസം അവിടെ പോയി തങ്ങി ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിച്ച് അതേ കാര്യങ്ങൾ നമുക്ക് തുടരണം എന്നൊരു ആഗ്രഹം പോലും നമുക്ക് വന്നിട്ടുണ്ട്. സാധാരണ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് താല്പര്യമില്ലാത്ത. അപ്പോ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ പറവൂരുള്ള ഗുരുകുലം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം തന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന നമുക്ക് ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിളിച്ച് അതിന്റെ സംശയം ദൂരീകരിക്കാനുള്ള മാർഗങ്ങളൊക്കെയും, അതുപോലെ ചികിത്സ ചെയ്യുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ടീച്ചറിനെ വിളിച്ച് അതിനുള്ള എന്താ പറയുന്ന ഒരു അഭിപ്രായങ്ങളൊക്കെ ആരായാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും എല്ലാം അവിടുന്ന് നൽകി വരാറുണ്ട്. അങ്ങനെ എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ അവിടുന്ന് കിട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. दुरावह प्रणवात्मिक अधिकस्वरातुतिशारद नमोऽस्तु ते श्यामाम्बरं मुखसागरं तुलसीदलम् अतिसुन्दरम् ये योग है, होता योग से ही मुक्त योग है। इस योग से डालो बदल दुनिया की तस्वीर को, इस योग से डालो बदल दुनिया की तकदीर को। इस योग से डालो बदल दुनिया की तस्वीर को, इस योग से डालो बदल दुनिया की तकदीर को। अनमोल है ये दिन जो भारत की खोज है, ये योग है। വരുന്നിതാ വരുന്നിതാ കുരുത്തിടും കരുത്തുമായി പടർന്നിടാം വളർന്നിടാം പ്രതീക്ഷതൻ പ്രകാശമായി സത്യധർമ്മനീതികൾ പുലർന്നിടുന്ന നാളിലേക്ക് കരുതലോടെ ഒരുമയോടെ നാം അടുത്തിടും. ലക്ഷ്യമൊന്നു നേടുവാൻ തളർന്നിടാതെ വീണിടാതെ നിയമമോതും വഴിയിലൂടെ നാം